ഹലോ, നമ്മളെ കൊപ്ര വെളിച്ചെണ്ണ ആട്ടാനായിട്ട് ആക്കിയപ്പോൾ ഒരു 10 നാളികേരത്തോളം നമുക്ക് പൂപ്പൽ പിടിച്ചു. നാളികേരം വെട്ടി വെച്ചതിന് ശേഷം 2 ദിവസം മഴയുണ്ടായിരുന്നു. അപ്പോൾ പൂപ്പൽ പിടിച്ചപ്പോൾ 10 നാളികേരത്തോളം നമുക്ക് പൂപ്പലായി. അപ്പം ഞാനത് കഴിഞ്ഞ വർഷം തോന്നുന്നു ഒരു വീഡിയോയിൽ കണ്ടതാണ്. ഈ പൂപ്പൽ വന്ന നാളികേരമൊക്കെ അത് വരണ്ടി കളഞ്ഞിട്ട് ആളത് മിക്സിയിലടിച്ചിട്ട് നമ്മുടെ വെന്ത വെളിച്ചെണ്ണയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൽ നിന്ന് കിട്ടിയ ഐഡിയ എനിക്കിത്. അപ്പം ഞാനിതൊരു 4 ദിവസം ഞാൻ പിറ്റേ ദിവസം തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷേ 4 ദിവസം എന്ന് പറഞ്ഞത് ഒരു 5 ദിവസമൊക്കെ ആയി ഇത് വെള്ളത്തിലിട്ട് വെച്ചപ്പോൾ ഉണ്ടായി ഗുണം എന്താണെങ്കിൽ ഇതിൻ്റെ മുകളിലത്തെ പൂപ്പലുകൾ മൊത്തം നമുക്ക് ഫുള്ളും പോയി കിട്ടി. മുകളിലൊരു പാട പോലെ വന്നിട്ട് അത് പോയപ്പോൾ സൗകര്യമായി. അങ്ങനെ ഞാൻ ആദ്യം തന്നെ ഉരലിലിട്ടടിച്ച് നോക്കി. അപ്പോഴാണ് നമുക്കൊരു പെട്ടെന്നൊരു ഐഡിയ വന്നത്. കണ്ടോ, ഇങ്ങനെ ചതച്ചിട്ട് മിക്സിയിലടിച്ചിട്ട് അതിൻ്റെ പാലെടുത്തിട്ട് നമുക്ക് വെന്ത വെളിച്ചെണ്ണയായിട്ട് 2 അച്ച് നമ്മുടെ കർപ്പൂരം ഇട്ടാൽ നമുക്ക് ഒന്നില്ലെങ്കിൽ മേൽ തേക്കാനോ, ഇതിനിപ്പോൾ മണമൊന്നുമില്ല കേട്ടോ, കാറമണമൊന്നുമില്ല. അപ്പോൾ നമുക്കൊന്നില്ലെങ്കിൽ വെന്ത വെളിച്ചെണ്ണയിട്ട് നമുക്ക് മേൽ തേക്കാനോ അതല്ലെങ്കിൽ വിളക്ക് വയ്ക്കാനൊക്കെ എടുക്കാമല്ലോ. എനിക്ക് ആ ഐഡിയ, ചേച്ചിയുടെ വീഡിയോ കണ്ടതിൽ ആ ഐഡിയ ഇഷ്ടപ്പെട്ടു. പിന്നീട് കുറച്ച് നേരം അതിൽ ചേച്ചപ്പോൾ തോന്നിയ ഐഡിയ, അങ്ങനെ കട്ടിയുള്ളൊരു ഡവറയില അല്ലെങ്കിൽ നമുക്ക് ഒരു ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിലിട്ടിട്ട് നമുക്ക് ഇടിക്കുകയാണെങ്കിൽ പിന്നെ പോരാത്തത് മാത്രം നമുക്ക് ഇതിലിട്ടിട്ട് അടിച്ചിട്ട് മിക്സിയിലടിക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ഇതിൻ്റെ ബാക്കി വീഡിയോ ഞാൻ തൻപാലാക്കിയതിൻ്റെ ശേഷമൊക്കെ ഡീറ്റെയിൽ പറയാം കേട്ടോ. നാളികേരപ്പാൽ ഗ്ലാസ് പച്ചവെള്ളം ഉണ്ടാവും കേട്ടോ, അത് അരിക്കാനും മിക്സിയിലടിക്കാനൊക്കെ ആയതിൻ്റെ അതൊക്കെ വറ്റി വരുമ്പോൾ ഇത്ര വെളിച്ചെണ്ണ കിട്ടും. ഇതൊന്നും കുറച്ചൊന്നും മൊരിയണ്ടേ. 2 ഗ്ലാസ് വെളിച്ചെണ്ണ ഉണ്ടാവും എന്തായാലും. വല്ലാണ്ട് കാറമണം ഇല്ല കേട്ടോ. മേല് തേക്കാൻ പറ്റും, കറക്കി തേക്കാൻ പറ്റില്ല. അരിച്ചതിന് ശേഷം നമുക്ക് കിട്ടിയ വെളിച്ചെണ്ണ അത്രയ്ക്കാണ്. കറക്റ്റ് 2 ഗ്ലാസ് വെളിച്ചെണ്ണ.